വെളിച്ചമാണ് തിരുദൂതർ. പുസ്തക വായന. രചന GK എടത്തനാട്ടുകര. പ്രസാധനം ഡയലോഗ് സെന്റർ, കേരള. വിതരണം IPH ബുക്സ്. അധ്യായം 9. വഴിത്തിരിവ്. അബൂത്വാലിബ് മരണപ്പെട്ടതോടെ ഖുറൈശികൾ അവരുടെ മർദ്ദന പീഡനങ്ങൾ ശക്തിപ്പെടുത്തി. ജന്മനാട്ടിൽ ഇനി സംരക്ഷണം ലഭിക്കാൻ സാധ്യതയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പ്രവാചകൻ പുതിയ വഴി തേടാൻ നിർബന്ധിതനായി. മക്കയ്ക്ക് തെക്ക് കിഴക്കായി ഏകദേശം 80 കിലോമീറ്റർ അകലെയാണ് ത്വായിഫ്. അവിടേക്ക് അഭയം തേടിപ്പോകാൻ തീരുമാനിച്ചു. തൻ്റെ വിശ്വസ്ത അനുയായിയാണ് സെയ്ദിനെയും കൂട്ടിയാണ് പ്രവാചകൻ ത്വായിഫിലേക്ക് പോയത്. പലരോടും ഇസ്ലാമിനെക്കുറിച്ച് പ്രതീക്ഷയോടെ പറഞ്ഞു. നേതാക്കന്മാരെയും കണ്ട് സംസാരിച്ചു. പ്രതീക്ഷിച്ചതിന് വിപരീതമായി അവരിൽ നിന്നും മോശമായ പെരുമാറ്റമാണ് ഉണ്ടായത്. 10 ദിവസത്തോളം അവിടെ കഴിച്ചുകൂട്ടി. അവരാരും വിശ്വസിച്ചില്ല. വിശ്വസിക്കുന്നില്ലെങ്കിലും തൻ്റെ വരവിനെ രഹസ്യമായി സൂക്ഷിക്കണം എന്ന് അവരോട് ആവശ്യപ്പെട്ടു. നാടുവിട്ടു പോകാനാണ് അവർ പ്രവാചകനോട് ആവശ്യപ്പെട്ടത്. മാത്രമല്ല, അടിമകളെയും കുട്ടികളെയും പ്രവാചകനെതിരെ ഇളക്കിവിട്ടു. നിരാശയോടെ പ്രവാചകൻ മടക്കയാത്രയ്ക്കൊരുങ്ങി. അവർ വഴിയിൽ 2 നിരയായി നിന്ന് പ്രവാചകനെ ആക്ഷേപിച്ചും തെറി പറഞ്ഞും കല്ലെടുത്ത് എറിഞ്ഞു. പ്രവാചകന്റെ കാൽമടമ്പ് പൊട്ടി. ചെരുപ്പിലൂടെ രക്തമൊഴുകിക്കൊണ്ടിരുന്നു. സെയ്ദ് പ്രവാചകനെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുറിവ് പറ്റി. രക്തം വാർന്നൊഴുകി. പ്രവാചകന്റെ മനസ്സ് മാത്രമല്ല, ശരീരവും വേദനിച്ചു. അക്ഷോഭ്യനായി എല്ലാം സഹിച്ചു. അങ്ങനെ തൊട്ടടുത്ത റബീഅയുടെ മക്കളായ ഉത്ബയുടെയും ഷൈബയുടെയും മുന്തിരിത്തോട്ടത്തിൽ കയറിയിരുന്നു. അതോടെ അവർ തിരിച്ചുപോയി. ഒരു മുന്തിരിവള്ളിയുടെ തണലിൽ പ്രവാചകൻ ചാരിയിരുന്നു. രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിസ്സഹായനും ക്ഷീണിതനുമായ പ്രവാചകൻ ഹൃദയം പൊട്ടി ദൈവത്തിലേക്ക് കൈകൾ ഉയർത്തി. പടച്ചവനെ, എൻ്റെ ദൗർബല്യവും അവധാനതയില്ലായ്മയും പോരായ്മകളും കഴിവുകേടും കൊണ്ടാണ് ഞാൻ നിന്നോട് ആവലാതിപ്പെടുന്നത്. എൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ഏകനായി നിന്റെ അടുത്തേക്ക് വരുന്നു. കാരുണ്യവാനായ നാഥ, ദുർബലരുടെ രക്ഷക, നീയാണെൻ്റെ രക്ഷിതാവ്. നീ എന്നെ കൈയൊഴിക്കരുത്. അപരിചിതരുടെയും ശത്രുക്കളുടെയും കൈകളിൽ നീ എന്നെ വിട്ടുകളയരുത്. നിനക്കെന്നോട് വെറുപ്പില്ലെങ്കിൽ എനിക്കൊന്നും പ്രശ്നമല്ല. എല്ലാ ഇരുട്ടുകളും അകറ്റുകയും ഇഹത്തിലും പരത്തിലും സമാധാനം നൽകുകയും ചെയ്യുന്ന നിന്റെ അനുഗ്രഹത്തിന്റെ പ്രകാശത്തിലാണ് ഞാൻ അഭയം പ്രാപിക്കുന്നത്. നിന്റെ രോഷം എന്നിൽ പതിയരുതേ. നിനക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ. നീയല്ലാതെ ഒരു ശക്തിയും ഒരു സഹായവും ഇല്ല. കൂരിരുട്ടിലെ മിന്നാമിനുങ്ങ്. റബീഅയുടെ മക്കളായ ഉത്ബത്തും ഷൈബത്തും തോട്ടത്തിലിരിക്കുന്ന പ്രവാചകനെ കണ്ടു. ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ അവർക്ക് പ്രവാചകനോട് അലിവ് തോന്നി. ക്രിസ്ത്യാനിയായ അദ്ദാസ് അവരുടെ അടിമയാണ്. കുറച്ച് മുന്തിരി ഒരു പാത്രത്തിലാക്കി അദ്ദാസിന്റെ അടുത്ത് കൊടുത്തയച്ചു. പ്രവാചകൻ ബിസ്മില്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് മുന്തിരി കഴിച്ചത്. ഇത് കണ്ട അദ്ദാസ് ചോദിച്ചു, ഈ നാട്ടുകാർ പറയുന്ന വാക്കുകളല്ലല്ലോ ഇത്. അപ്പോൾ പ്രവാചകൻ അദ്ദാസിനോട് ചോദിച്ചു, നീ ഏത് നാട്ടുകാരനാണ്? അദ്ദാസ് പറഞ്ഞു, നീനവക്കാരനായ ക്രിസ്ത്യാനിയാണ് ഞാൻ. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ വീണ്ടും ചോദിച്ചു, നല്ലവനായ മത്തായിയുടെ മകൻ യൂനുസിന്റെ നാട്ടുകാരൻ ആണല്ലേ? അദ്ദാസ്, യൂനുസിനെ താങ്കൾക്ക് എങ്ങനെ അറിയാം? പ്രവാചകൻ, അദ്ദേഹം എൻ്റെ സഹോദരനായ പ്രവാചകനായിരുന്നു. ഞാനും ഒരു പ്രവാചകനാണ്. ഇത് കേട്ട അദ്ദാസ് പ്രവാചകന്റെ തലയിലും കയ്യിലും പാദങ്ങളിലും ഉമ്മ വച്ചു. സത്യസാക്ഷ്യവചനം മൊഴിഞ്ഞ് സത്യമാർഗം സ്വീകരിച്ചു. ഇങ്ങനെ കൂരിരുട്ടിലെ മിന്നാമിനുങ്ങു പോലെ പ്രതിസന്ധികൾക്കിടയിലും ചില പ്രതീക്ഷകൾ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരുന്നു. വീണ്ടും ജന്മനാട്ടിലേക്ക്. വേദനയോടെ പ്രവാചകൻ വീണ്ടും മക്കയിലേക്ക് തിരിച്ചു. യാത്രാമധ്യേ മക്കയിലേക്ക് എങ്ങനെ ചെല്ലും എന്ന ആശങ്ക സെയ്ദ് പ്രകടിപ്പിക്കുന്നുണ്ട്. ദൈവം സംരക്ഷിക്കും എന്നായിരുന്നു പ്രവാചകന്റെ മറുപടി. 3 ദിവസത്തെ പ്രയാസപൂരിതമായ യാത്രയ്ക്ക് ശേഷമാണ് അവർ മക്കയിൽ എത്തിയത്. ത്വായിഫിലെ സംഭവങ്ങൾ അറിഞ്ഞ ഖുറൈശികൾ പ്രവാചകനെ അവഹേളിക്കാൻ ഒരുക്കം കൂട്ടി. പ്രവാചകൻ പലരോടും സംരക്ഷണം തേടി. എല്ലാവരും കൈമലർത്തി. ഒടുവിൽ മുത്തഇം ഇബ്നു അദിയ് എന്നൊരു ഗോത്രത്തലവനാണ് സംരക്ഷണം നൽകിയത്. അങ്ങനെ ഇബ്നു അദിയിന്റെ സംരക്ഷണത്തോടെ പ്രവാചകൻ മക്കയിൽ പ്രവേശിച്ചു. അദ്ദേഹം പ്രവാചകനെ തന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. കഅബാലയത്തിൽ പോയി ആരാധനകൾ നിർവഹിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. സ്വന്തക്കാരും ബന്ധക്കാരും അന്യരാവുന്നതും അന്യർ സ്വന്തക്കാരാവുന്നതും സത്യമാർഗത്തിലെ യാത്രയിൽ അന്നും ഇന്നും ഒരു കൗതുകമാണ്. പ്രതീക്ഷയുടെ പ്രകാശകിരണം. ഒന്നിനു പിറകെ മറ്റൊന്നായി പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരുന്നു.
അതിനിടയിൽ ചില പ്രതീക്ഷയുടെ കിരണങ്ങൾ മദീനയിൽ തിളങ്ങിത്തുടങ്ങി. മക്ക തിരസ്കരിച്ച സത്യമാർഗത്തെ മദീന സ്വീകരിക്കുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. മദീനയിൽ പ്രബോധന ദൗത്യം നിർവഹിക്കാൻ മക്കയിലെ 6 അംഗ സംഘത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. അവർ അവിടെ ചെന്ന് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. ഓരോ വീട്ടിലും പ്രവാചകനെ കുറിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. മദീനയിൽ നിന്ന് ആദ്യമായി സത്യമാർഗം സ്വീകരിച്ചത് സുവൈദ് ബിൻ സാമിത്ത് ആയിരുന്നു. അറിയപ്പെടുന്ന കവിയും കുതിരസവാരിക്കാരനുമായിരുന്നു സുവൈദ്. മക്കയിലെത്തിയ സുവൈദിന് പ്രവാചകൻ സത്യസന്ദേശം കേൾപ്പിച്ചു. ഉടനെ അദ്ദേഹം ഇതുപോലെയൊന്ന് എന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലുക്കുമാന്റെ ഏടുകൾ പ്രവാചകനെ കേൾപ്പിച്ചു. ഇത് കേട്ട പ്രവാചകൻ ഖുർആൻ സൂക്തങ്ങൾ പാരായണം ചെയ്തു. അത് കേട്ടപാടെ തീർച്ചയായും മെച്ചപ്പെട്ടത് താങ്കളുടേത് തന്നെ എന്നാണ് സുവൈദ് പ്രതികരിച്ചത്. അങ്ങനെ സത്യമാർഗം സ്വീകരിച്ചാണ് സുവൈദ് തിരിച്ചുപോയത്. ഉടമ്പടി. അതിനിടയിൽ വ്യാപാര ആവശ്യത്തിന് മദീനയിൽ നിന്നും ഏതാനും പേർ വന്നു. പ്രവാചകനെ കണ്ട് വൈകാതെ തന്നെ സത്യമാർഗം സ്വീകരിച്ചു. അതുപോലെ നസ്രത്തിൽ നിന്നും വന്ന 20ഓളം ക്രിസ്ത്യാനികളും ഇസ്ലാം സ്വീകരിച്ചു. മക്കയിൽ തീർത്ഥാടനം നടക്കുന്നതിനാൽ യുദ്ധവും സംഘടനകളും നിരോധിക്കപ്പെട്ട സമാധാന സമയത്താണിത് നടക്കുന്നത്. പിന്നീട് ഹസ്രജുകാരായ 10 പേരും ഔസ് ഗോത്രക്കാരായ 2 പേരുമടക്കം 12 പേർ ഹജ്ജിനായി വന്നു. അതിൽ 5 പേർ കഴിഞ്ഞ വർഷം വന്നവരായിരുന്നു. അവർ മിനയിലെ അഖബയിൽ പ്രവാചകനുമായി സന്ധിച്ചു. തങ്ങളുടെ ഗോത്രക്കാർ ഇസ്ലാം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പ്രവാചകനെ അറിയിച്ചു. അതിനുശേഷം ഒരു ഉടമ്പടി തയ്യാറാക്കി അവർ പ്രതിജ്ഞ ചെയ്തു. ഞങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ മറ്റാരുടെ മുമ്പിലും വണങ്ങുകയോ വഴങ്ങുകയോ ഇല്ല. ഞങ്ങൾ മോഷണം നടത്തുകയോ വ്യഭിചാരം നടത്തുകയോ സ്വന്തം കുട്ടികളെ കൊല്ലുകയോ ചെയ്യില്ല. അപവാദ പ്രചരണവും പരദൂഷണവും നടത്തുകയില്ല. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പ്രവാചകനെ പിൻപറ്റുകയും ഏത് അപകടത്തിലും ദുഃഖത്തിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ചെയ്യും. ഈ ഉടമ്പടി 1-ാം അഖബ ഉടമ്പടി എന്നാണ് അറിയപ്പെടുന്നത്. വഴിത്തിരിവായ ഉടമ്പടി. മദീനയിൽ ഇസ്ലാം ഏറെ പ്രചരിച്ചുകൊണ്ടിരുന്നു. ഹജ്ജിന് സമയമായപ്പോൾ വിശ്വാസികളായ 73 ആളുകൾ ഒരുമിച്ചുകൂടി. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഹജ്ജിന് പുറപ്പെടുകയും പ്രവാചകനെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വിശ്വാസികളല്ലാത്ത ആളുകൾ ഉൾപ്പെടെ 500ഓളം പേർ മക്കയിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നുള്ള കാര്യം രഹസ്യമാക്കി വെച്ചുകൊണ്ടാണ് അവർ മക്കയിൽ പ്രവേശിച്ചത്. അവരുടെ കൂടെ മുസ്അബ് ബിൻ ഉമൈറും ഉണ്ടായിരുന്നു. പ്രവാചകന്റെ വീട്ടിലെത്തി ചർച്ചകൾ നടത്തി. മദീനയിലെ അനുകൂലാവസ്ഥകൾ അവർ പ്രവാചകനോട് പങ്കുവച്ചു. മദീനയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. സന്തോഷവാനായ പ്രവാചകൻ അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് അവരുമായുള്ള പ്രവാചകന്റെ രഹസ്യ ബന്ധങ്ങൾ തുടർന്നു. അതിനിടയിൽ അഖബയിൽ വെച്ച് സന്ധിക്കാൻ തീരുമാനിച്ചു. രാത്രിയിൽ രഹസ്യമായിട്ടായിരിക്കണം ഇത് എന്നും തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് ആരും കാണാതെ രാത്രിയുടെ അവസാന സമയമായപ്പോൾ അതീവ രഹസ്യമായി അഖബയിലേക്ക് അവർ പുറപ്പെട്ടു. 2 സ്ത്രീകളടക്കം 70 പേരുണ്ടായിരുന്നു അവർ. അങ്ങനെ പ്രവാചകനുമായി സംഭാഷണം ആരംഭിച്ചു. ആ സമയത്ത് പ്രവാചകന്റെ പിതൃവൻ അബ്ബാസ് സമീപത്തുണ്ടായിരുന്നു. അദ്ദേഹം സത്യമാർഗം സ്വീകരിച്ചിരുന്നില്ലെങ്കിലും പ്രവാചകനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും എല്ലാ സഹായങ്ങളും നൽകുകയും ചെയ്തിരുന്നു. അവർ പ്രവാചകനെ മദീനയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അബ്ബാസ് ഇടപെട്ടുകൊണ്ട് അവരോട് പറഞ്ഞു, മുഹമ്മദിന് ഞങ്ങളുടെ ഇടയിലുള്ള പദവിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത്രയും കാലം ഞങ്ങൾ അദ്ദേഹത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അദ്ദേഹം നിങ്ങളുടെ കൂടെ വരണം എന്നും നിങ്ങളോടൊപ്പം താമസിക്കണം എന്നുമാണ്. നിങ്ങളുടെ പ്രതിജ്ഞ പാലിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എല്ലാ നിലയിലും അദ്ദേഹത്തിന് സംരക്ഷണം നൽകുമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാം. ഇത് കേട്ട നേതാക്കൾ ഏതുവിധേനയും പ്രവാചകനെ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകി. അതിനുശേഷം പ്രവാചകൻ ചില ഖുർആൻ സൂക്തങ്ങൾ ഓതിക്കേൾപ്പിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സംരക്ഷിക്കുന്നത് പോലെ ശത്രുക്കളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമെന്നും എന്നോട് പൂർണ്ണമായ ആത്മാർത്ഥത കാണിക്കണമെന്നുമാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അത് അവർ സമ്മതിച്ചു. ഈ പ്രതിജ്ഞയാണ് 2-ാം അഖബ ഉടമ്പടി എന്നറിയപ്പെടുന്നത്. ശേഷം മദീനക്കാരുടെ കൂട്ടത്തിൽ നിന്ന് 12 പേരെ പ്രവാചകൻ അവരുടെ നേതാക്കന്മാരായി തിരഞ്ഞെടുത്തു. ഇത് പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. നന്ദി.